2020 ലോകകപ്പിലെ രണ്ടാം മത്സരത്തിൽ നാളെ നമീബയ്ക്കെതിരെ കളത്തിലിറങ്ങാനിരിക്കെ ഇന്ത്യൻ ടീമിന് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഇന്ത്യൻ ഓപ്പണിംഗ് ബാറ്റർ അഭിഷേക് ശർമ്മ വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. താരത്തിന് വൈറൽ അണുബാധയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതോടെ നമീബയ്ക്കെതിരായ മത്സരത്തിൽ അഭിഷേക് ശർമ്മ കളിക്കുമോ എന്ന കാര്യം ഇപ്പോൾ വലിയ സംശയത്തിൽ തന്നെ നിൽക്കുകയാണ്. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന പരിശീലന സെക്ഷനിലും അഭിഷേക് ശർമ്മ പങ്കെടുത്തിരുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നാളത്തെ ടീമിൽ അദ്ദേഹം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് പറയേണ്ടി വരും. ലോകലക്ഷണങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ചില പരിശോധനകൾ നടത്തുന്നുണ്ടെന്നും ഡിസ്ചാർജ് ചെയ്യുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ലെന്നുമാണ് ടീം മാനേജ്മെന്റ് പറയുന്നത്. എന്നാൽ നമീബയ്ക്കെതിരെ അദ്ദേഹം കളിക്കാനുള്ള സാധ്യത കുറവാണെന്നും BCCയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയ്ക്കെതിരായ ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ അഭിഷേക് ശർമ്മ കളത്തിലിറങ്ങിയെങ്കിലും നേരിട്ട ആദ്യ പന്തിൽ തന്നെ പുറത്താവുകയായിരുന്നു. കടുത്ത പനി കാരണം താരം മത്സരത്തിൽ ഫീൽഡിങ്ങിനും ഇറങ്ങിയിരുന്നില്ല. അഭിഷേകിന് പകരക്കാരനായി മലയാള താരം സഞ്ജു സാംസണാണ് അന്ന് ഫീൽഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത്. അഭിഷേകിന് ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളത്തെ മത്സരത്തിൽ സഞ്ജു സാംസൺ ആകും ടീമിൽ ഉണ്ടാകുക എന്ന കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഇഷാൻ കിഷനൊപ്പം സഞ്ജു ആയിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ടീമിന്റെ പ്രാക്ടീസ് സെക്ഷനിൽ സഞ്ജു നെറ്റ്സിൽ ബാറ്റ് ചെയ്യുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെ നാളത്തെ മത്സരത്തിൽ സഞ്ജു തന്നെയാകും ഓപ്പണർ എന്ന കാര്യം ഇപ്പോൾ ഉറപ്പിക്കാൻ കഴിയും. അടുത്തിടെ ന്യൂസിലൻഡിനെതിരെ നടന്ന T20 പരമ്പരകളിൽ സഞ്ജുവിന് അവസരം ലഭിച്ചെങ്കിലും ഒരു മികച്ച പ്രകടനം പുറത്തെടുക്കാൻ താരത്തിന് കഴിഞ്ഞിരുന്നില്ല. 5 ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്ത സഞ്ജു വെറും 46 റൺസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന അവസാന മത്സരത്തിൽ പോലും സഞ്ജുവിന് മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞിരുന്നില്ല. ആ മത്സരത്തിൽ ഇഷാൻ കിഷൻ 103 റൺസ് നേടിയതോടെയാണ് സഞ്ജുവിന്റെ ഓപ്പണിംഗ് ബാറ്റർ സ്ഥാനവും ഇന്ത്യൻ ടീമിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം. അഭിഷേക് ശർമ്മയ്ക്ക് പകരം സഞ്ജു കളത്തിലിറങ്ങുമ്പോൾ ആരാധകരെയും വലിയ പ്രതീക്ഷയിലാണ്. താരതമ്യേന ചെറിയ ടീമായ നമീബയ്ക്കെതിരെ സഞ്ജുവിന് ഒരു മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞാൽ ഇനി ടൂർണമെന്റിലെ അവശേഷിക്കുന്ന എല്ലാ മത്സരങ്ങളിലും സഞ്ജുവിന് ഓപ്പണറായി തുടരാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേസമയം ഇന്ത്യൻ ടീമിനെ ആശ്വസിക്കാൻ കഴിയുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ഇന്ത്യൻ ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദർ അദ്ദേഹത്തിന്റെ പരിക്ക് മാറി കഴിഞ്ഞ ദിവസം ടീമിനൊപ്പം ചേർന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ടീമിന്റെ പ്രാക്ടീസ് സെക്ഷനിലും വളരെ നന്നായി താരം പന്തെറിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വാഷിംഗ്ടൺ സുന്ദറിന്റെ തിരിച്ചുവരവ് ടീമിന് ഒരു വലിയ മുതൽക്കൂട്ടാക്കും. നാളെ വൈകിട്ട് 7 മണിക്ക് ദില്ലിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഇന്ത്യ നമീബിയ പോരാട്ടം. ഈ പോരാട്ടത്തിൽ ഒരു മികച്ച പ്രകടനം സഞ്ജുവിന് കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകരുള്ളത്.